ആണവ ചർച്ചയിൽ നിന്ന് ഇറാൻ പിന്മാറാൻ വേണ്ടി തത്വത്തിൽ തീരുമാനിച്ചു. ആ ഒരു പ്രസ്താവന ഇറാനിൽ നിന്ന് പുറത്തു വരികയും ചെയ്തു. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: 3 ഘട്ട ചർച്ച നടന്നു. 3 ഘട്ടത്തിലും പ്രത്യേകമായിരിക്കുന്ന ഒരു മുന്നേറ്റമൊന്നും ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. നിലപാടിൽ നിന്ന് ആരും മാറ്റം വരുത്തുന്നില്ല എന്നതിനാൽ പിന്നീട് ഈ ചർച്ച വിജയിക്കില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. ആദ്യം ഒമാനിൽ വെച്ച് നടന്നു, പിന്നീട് ഇറ്റലി വെച്ച് നടന്നു, വീണ്ടും ഒമാനിൽ വെച്ച് നടന്നു. 4ാമത്തെ പ്രാവശ്യം ഫ്രാൻസിൽ വെച്ച് നടത്താൻ വേണ്ടിയിട്ടാണ് ഏറെക്കുറെ തീരുമാനിച്ചത്. സ്ഥലം കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടില്ലെങ്കിലും സാധ്യതാ ലിസ്റ്റിൽ ഫ്രാൻസിൻ്റെ പേരാണ് പറഞ്ഞത്. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതികൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോഴും നിലവിൽ അമേരിക്കയുടെ ഉപരോധം, സാമ്പത്തിക ഉപരോധം ഇറാനുണ്ട്. ഉപരോധം പിൻവലിക്കൽ നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. അത് പിൻവലിക്കണമെന്ന് കണിശമായ രീതിയിൽ തന്നെ ഇറാൻ ആവശ്യപ്പെട്ടു. പിന്നീട് ആണവായുധത്തിൻ്റെ പൂർണ്ണമായിരിക്കുന്ന രഹസ്യങ്ങൾ അമേരിക്ക കൈമാറണമെന്നാണ് 2ാം ഘട്ടത്തിൽ ഇറാനോട് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. അതൊരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ്. തങ്ങളുടെ ആഭ്യന്തരപരമായിരിക്കുന്ന രഹസ്യ കാര്യങ്ങളൊക്കെ ചോദിക്കുക, ഒരു രാജ്യം ചോദിക്കുക എന്ന് പറയുന്നത് അത് തന്നെ തെറ്റായിരിക്കുന്ന കാര്യമാണ്. ഞങ്ങൾ നിങ്ങളോട് അങ്ങനെ ചോദിച്ചാൽ നിങ്ങളത് ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ എന്ന് ഇറാൻ തിരിച്ച് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ സുഖകരമായിരിക്കുന്ന ഒരു രീതിയിലൊന്നുമല്ല കാര്യങ്ങൾ പോകുന്നത്. മാത്രമല്ല, ഇറാനിൽ സ്ഫോടനം നടന്നു. 2 ദിവസം കഴിഞ്ഞ സമയത്ത് ഇപ്പോൾ ഇസ്രായേലിൽ സ്ഫോടനം നടക്കുന്നു. അപ്പോൾ ഇപ്പം നടക്കുന്ന രാഷ്ട്രീയപരമായിരിക്കുന്ന സാഹചര്യങ്ങളും അവസ്ഥകളും എല്ലാ തരത്തിൽ നോക്കിയാലും അമേരിക്കക്കും ഇസ്രായേലും തിരിച്ചടിയാണ്. അതുകൊണ്ട് തങ്ങൾ അതിന് തയ്യാറല്ല എന്ന തരത്തിലുള്ള നിലപാടിൽ തന്നെ ഇറാൻ ഉറച്ചു നിൽക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കുന്നത്.